നമ്മുടെ കപ്പ പുട്ടും മത്തി മുളകിട്ടതും റെഡിയായിട്ടുണ്ട്. അതിനായി ഞാനിന്ന് കുറച്ച് മത്തി കിട്ടിയിട്ടുണ്ട്. നമുക്കതൊന്ന് ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് ഒന്ന് മുളകിട്ടെടുക്കാം. അതിനായിട്ട് ഞാനൊരു 250-300 ഗ്രാം വരും മത്തി അതെടുത്തിട്ടുണ്ട്. കുറച്ച് ഒരു കുടം വെളുത്തുള്ളി, ഒരു 2 പച്ചമുളക്, ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു 10-12 ചെറിയ ഉള്ളി, ഒരു തക്കാളി അരിഞ്ഞത്, കുറച്ച് കാശ്മീരി ചില്ലി, അതായത് ഒരു 2.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി, പിന്നെ ക്രഷ്ഡ് മുളക്, ഉണക്കമുളക്. ഇനി നമുക്ക് ഈ ചെറിയ ഉള്ളി നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇതിലോട്ടിട്ട് ചതച്ചെടുക്കാം. ചെറിയ ഉള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിരുന്ന ആ ഇഞ്ചി അതൊന്ന് ചതയ്ക്കാം. അതിനോടൊപ്പം തന്നെ നമ്മൾ വെളുത്തുള്ളി അതുകൂടി ചതയ്ക്കാം. നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഞാനൊരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. നമുക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ തിളച്ചിട്ടുണ്ട്. ഉലുവ ഇടാം. ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇടാം. ഇനി നമ്മൾ ചതച്ച് വെച്ചിരുന്ന ചെറിയ ഉള്ളി ഇടാം. അതൊന്ന് നന്നായിട്ട് വഴറ്റാം. ചെറിയ ഉള്ളി ഏതാണ്ടൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചതച്ച് വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇടാം. കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്, അതിടാം. പച്ചമുളക് ഇടാം. അതും ഏതാണ്ടൊന്ന് വഴണ്ടി വന്നിട്ട് നമുക്ക് തക്കാളി ഇടാം. ഇനി നമുക്ക് എടുത്തു വെച്ചിരുന്ന കാശ്മീരി ചില്ലി ഇടാം. ഇനി നമുക്ക് അടുത്തത് ക്രഷ്ഡ് ചില്ലി ഇടാം. അപ്പോൾ കാശ്മീരി ചില്ലിയും അത് എരിവ് കുറവായത് കൊണ്ടാണ് നമ്മൾ മറ്റേ ക്രഷ്ഡ് ചില്ലി ഇടുന്നത്. ഇനി ആവശ്യത്തിന് ഉപ്പിടാം. ഉപ്പിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിക്കാം. ഏതാണ്ടൊരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് മീനിടാം. ഞാൻ മെയിനായിട്ടുള്ള സാധനം ഇടാൻ മറന്നുപോയി. ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് അതിലോട്ട് ഒഴിക്കാം. നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. നമ്മുടെ കറി തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് അതിനു വേണ്ടി കഴിക്കാനായിട്ട് ഇത് നമ്മൾ സാധാരണ കപ്പയാണ്. അത് ഞാനിങ്ങനെ കട്ട് ചെയ്ത് തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് ഉണക്കി എടുത്തതാണ്. ഇത് നമുക്ക് ഗ്രൈൻഡ് ചെയ്ത് എടുക്കാം. നമ്മൾ കിഴങ്ങ് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്ത് വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ പുട്ടിൻ്റെ പരുവത്തിന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പ്രാവശ്യം കൂടെ കുറച്ചും കൂടെ പൊടിച്ചെടുക്കാം. നമുക്കൊന്ന് അടപ്പ് തുറക്കാം. കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിനി മത്തി ഇടാം. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി വീണ്ടും നമുക്ക് അടച്ച് വയ്ക്കാം. നമുക്ക് പുട്ടിൻ്റെ മാവ് നനയ്ക്കാം. അതിനായിട്ട് കുറച്ച് ഉപ്പിടാം. ആവശ്യത്തിന് ഉപ്പിട്ട് ഇനി അല്പം വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായി ശരിക്കും നമ്മൾ സാധാ പുട്ടിന് മാവ് നനയ്ക്കുന്നത് പോലെ നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നനച്ചെടുക്കാം. നമ്മൾ മത്തി നല്ല തിളച്ച് നെയ്യൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരല്പം നല്ല മണം കിട്ടാൻ വേണ്ടിയിട്ടൊരല്പം ഉലുവപ്പൊടിയുടെ ഇതിൻ്റെ മുകളിലോട്ടൊന്ന് ഇടാം. ഒരു തണ്ട് കറിവേപ്പില കൂടിയിട്ട് നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം. അടച്ച് വെച്ച് കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടിൻ്റെ മാവ് നന്നായിട്ട് നനച്ച് വെച്ചിട്ടുണ്ട്.
ഇനി നമുക്ക് പുട്ട് പുഴുങ്ങാനായി നോക്കാം. തേങ്ങ ഇടാം. മുളകിട്ട കറിയും നമ്മൾ നല്ല കപ്പ കൊണ്ടുള്ള പുട്ടും റെഡി ആയിട്ടുണ്ട്. നിങ്ങളാരും ഇതൊന്നും ഉണ്ടാക്കിയിട്ട് ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നോക്കിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് ചെയ്തിട്ട് ഒരു ലൈക്കും കൊടുത്ത് ഒന്ന് ഷെയർ ചെയ്തേക്കണേ. ഓക്കെ, ബൈ ബൈ. നമ്മുടെ ഇന്നത്തെ ഡിന്നർ ഇതാണ്. ഓക്കെ, ഗുഡ് നൈറ്റ്.